ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് മോട്ടിവേഷണൽ സ്റ്റോറീസാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും ലൈഫിലൂടെയും പല സിനിമകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ചില മോട്ടിവേഷൻ. അത് വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണ്ട. ചിലതൊക്കെ നമ്മൾ വിട്ട് കളയാമെന്ന് വിചാരിച്ചാലും ചിലത് നമുക്ക് പറഞ്ഞേ തീരും. അതാണ് ഈ പറയുന്ന മോട്ടിവേഷൻ. ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ പിള്ളേർ മുതൽ വലിയ പിള്ളേർ വരെ, അവർക്കൊരു ഉദ്ദേശമുണ്ട്. അതായത് അവർ ചിലപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവരെന്താണ് പഠിക്കണമെന്നുള്ളത് ചിലപ്പോൾ അവർ മറന്നുപോകും. ആ ഒരു സിറ്റുവേഷനാണിപ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താം. അല്ലെങ്കിൽ ചില പിള്ളേർ വിചാരിക്കും വേണ്ട, പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ വിചാരിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ആ ആഗ്രഹങ്ങൾ മാറിപ്പോകുന്നത് സിറ്റുവേഷൻസ് കൊണ്ടാണ്. പലരും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പഠനം പാതി വഴിയിൽ വെച്ച് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. നമ്മൾ പല പല സിനിമകളിലും കണ്ടതുപോലെ അവർ പറയുന്നതിലൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരു ഗ്രേറ്റ് മോട്ടിവേഷൻ്റെ കഥകൾ തന്നെയാണ്. ഓരോ കുട്ടികളിലൂടെയും ആ കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരും പതിയെ പതിയെ പഠിക്കും. നമ്മൾ പറയാറില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറയുന്നൊരു ചൊല്ലാണ്. എന്ന് വെച്ച് എപ്പോഴും ഈ ചൊല്ലന്നെ ആവർത്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ഒരു തേങ്ങയും പഠിക്കില്ല. അതാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇനി ഏത് ഭാഷയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചാലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം അനുവദിച്ച് കൊടുത്താൽ മാത്രമേ ആ ഭാഷയും അതിലുള്ള ചെറിയ ഓരോ ഭാഷകൾക്ക് ഓരോ കോഡുണ്ട്, ആ കോഡും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അതിൽ ഒരുപാട് കോഡ് ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എനിക്ക് വല്ലാണ്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറുകളിൽ പല കോഡുകൾ ഉണ്ട്. ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നു, അതാണ് ഭയങ്കര കാറ്റ്. അപ്പോൾ ഓരോ ഇംഗ്ലീഷിലും കോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ കോഡ് മനസ്സിലാക്കി ഈ കോഡ് വെച്ച് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമുക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് എന്ത് കാര്യം, ആ ഒരു സ്റ്റേജ് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ആ ഒരു രീതിയാണ് വേണ്ടത്. പിന്നെ ചിലപ്പോൾ നമ്മളെ പലരും കളിയാക്കും. എന്നെ ഒരുപാട് പേര് കളിയാക്കി. ഞാൻ മുന്നേ ഒരു ലോങ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കിയിരുന്നു. കാരണം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന്. കാര്യം ശരിയാണ്. ഓരോ വീഡിയോയ്ക്ക് പിന്നിലും ഓരോ ഇൻസ്പിറേഷൻസ് നമ്മുടെ ഉണ്ടാവും. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ മുൻഗാമികളുടെ ഇൻസ്പിറേഷൻസും അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും പറയാം. പക്ഷെ എന്ന് വിചാരിച്ച് എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിലൊരു മടുപ്പ് തോന്നും. അതായത് ഈ ജീവിതം എന്തിനാന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ മടുപ്പ് തോന്നിയാലും നിങ്ങൾ ആ ഒരു മടുപ്പിൽ നിന്ന് എനിക്ക് വയ്യാതെയായി അല്ലെങ്കിൽ എനിക്ക് മടുത്തു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പതിയെ അത് മനസ്സിലാക്കുകയും അത് അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതം പുതിയൊരു രീതിയിലേക്ക് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ പഠിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ കുറച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം. അല്ലാണ്ട് എവിടെ അപ്പോഴും ഞാൻ അവിടെ എത്തിയപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ടീച്ചർമാരിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും ടീച്ചർമാർ അതിന് ഓപ്പോസിറ്റായിട്ട് നീ പറഞ്ഞ് ശരിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതൊരു നുണക്കഥയാന്നൊക്കെ പല ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ടീച്ചർമാർ ചിലപ്പോൾ അത് പറയും, നുണക്കഥ പറയും. പക്ഷെ നമ്മൾ ഓരോ കഥയിലൂടെയും നമ്മുടെ ഭാവനേനെ ഉണർത്താണ്. നമുക്ക് ഭാവന ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു കഥ വരുള്ളൂ, ആ കഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ കഥ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കതിൽ നല്ലൊരു കുട്ടിയാകാൻ പറ്റുള്ളൂ. നല്ല കുട്ടിയായി നമ്മൾ പഠിക്കുക, നന്നായി വളരുക എന്നൊക്കെ. പിന്നെ കഥ മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് പാട്ട് കേൾക്കാൻ തോന്നും, സിനിമ കാണാൻ തോന്നും. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള സ്വഭാവമാണ്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കുക, സിനിമ കാണാന്നുള്ളത് അതായത് പാട്ട് കേൾക്കണം, സിനിമ കാണണം. പക്ഷെ ചിലപ്പോൾ എപ്പോഴും പാട്ട് കേൾക്കുക, എപ്പോഴും ഈ പാട്ട് തന്നെ കേൾക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഈ സിനിമ തന്നെ കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ
അവർക്ക് അങ്ങ് ദേഷ്യം വന്ന് അവരെ ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, നമ്മുടെ വൈബിനനുസരിച്ചുള്ള പാട്ടുകൾ കേൾക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതേ പാട്ട് തന്നെ 24 മണിക്കൂറും കേട്ടിരുന്നാൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് വേറൊരു ഒന്നും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ആ കേട്ട പാട്ട് തന്നെ വീണ്ടും വീണ്ടും വരുന്നു. അപ്പം നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ അയ്യോ പഠിച്ചതെല്ലാം മറന്നു പോയി എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ പഠിച്ചത് മറന്നു പോയത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ പഠിച്ച ആ സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. ചില സമയത്ത് നമുക്ക് തോന്നും അയ്യോ എനിക്ക് എന്താ പറ്റി, നമ്മുടെ ബ്രെയിൻ വർക്ക് ആകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ഓരോ സിനിമയിൽ അയ്യോ എൻ്റെ ബ്രെയിനിന് എന്തെങ്കിലും പറ്റിയത് തലയ്ക്കൊക്കെ 2 തട്ട് നമ്മൾ തന്നെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അല്ലാണ്ട് എപ്പോഴും അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് മനസ്സിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഫുൾ വേസ്റ്റ് ആവും നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ദിവസം ഫുൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനും തോന്നില്ല, ഇരിക്കാനും തോന്നില്ല, നടക്കാനും തോന്നില്ല, ആ ഒരു രീതിയാണ്. അതുകൊണ്ട് കുറേശ്ശെ പഠിക്കുക, കുറച്ച് പഠിക്കുക. അതിനുശേഷം കുറച്ച് നേരം കിടന്നുറങ്ങുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ 2 മിനിറ്റിൽ പറയാൻ ഉദ്ദേശിച്ചാണ്, 6 മിനിറ്റായി. അപ്പോൾ സൈനിങ് ഓഫ്. യെസ്, ആൻഡ് ഷീവ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.